CBSE പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേരിട്ടിടപെട്ട പ്രധാനമന്ത്രി കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. അടിയന്തര നടപടിക്കും പ്രശ്നപരിഹാരവും ഉണ്ടാകണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കരാർ നൽകിയതിലും മേൽനോട്ടത്തിലും ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. CBSE OSM കരാർ നൽകിയ കോപ്റ്റ് എഡ്യൂടെക് കമ്പനിക്കെതിരെ മുൻപും ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് കരാർ നൽകിയതെന്നാണ് കണ്ടെത്തൽ. 3 വിദ്യാർത്ഥികളുടെ ഇടപെടലാണ് വിഷയം ദേശീയ ശ്രദ്ധയിലെത്തിച്ചത്. 3 വിദ്യാർത്ഥികൾ, 17 വയസ്സ് മാത്രം പ്രായമുള്ള 3 വിദ്യാർത്ഥികളാണ് ഈ ഗുരുതരമായ പിഴവ് സമൂഹമധ്യത്തിൽ എത്തിച്ചത്. അത് ഈ സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുന്നതായി മാറി. രാജ്യം ഒന്നാകെ ശ്രദ്ധിക്കുന്ന വിഷയമായി. 17 ലക്ഷം വിദ്യാർത്ഥികളാണ് കേട്ടോ പരീക്ഷ എഴുതിയത്. അതിൽ 4 ലക്ഷം വിദ്യാർത്ഥികളാണെങ്കിൽ എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മൂല്യനിർണ്ണയത്തിന് പൈസയും വാങ്ങിച്ച് വെബ്സൈറ്റും തകരാറിലാക്കി ആകെപ്പാടെ കൊളമായെന്ന് പറഞ്ഞാൽ മതി. ആദിൽ പാലോടുണ്ട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. പ്രധാനമന്ത്രി വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഇത് മറ്റ് വിഷയങ്ങൾ പോലെയല്ല. CJP മാത്രമല്ല, രാജ്യത്തുടനീളം സർക്കാരിനോടും CBSEയോടും ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അത് കൂട്ടത്തോടെ ചില കുട്ടികളൊക്കെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നു. ചിലയിടങ്ങളിൽ അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ആശങ്കയില്ലാതില്ല. അതിനിടയിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് മൂല്യനിർണ്ണയത്തിന് വേണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത കോപ്റ്റ് എന്ന് പറയുന്ന ഒരു എഡ്യൂടെക് കമ്പനിയാണെന്ന് അറിയുന്നു. ഈ കമ്പനിക്ക് മുൻപും ചില നെഗറ്റീവായിട്ടുള്ള ചരിത്രമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കരിമ്പട്ടികയിൽ എന്തോ പെട്ടിരുന്ന കമ്പനിയാണെന്ന് കൂടി കേൾക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട്? അരുൺകുമാർ, ഉറപ്പായും വലിയ വീഴ്ചകളാണ് ഈ കരാർ നൽകിയതിൽ സംഭവിച്ചിട്ടുള്ളത്. 2019 കൃത്യമായി വിഷയത്തിലേക്ക് പോയാൽ 2019 തെലങ്കാന ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഈ പറയുന്ന കമ്പനിക്ക് നേരത്തെ തന്നെ മറ്റൊരു കരാർ നൽകിയിരുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷ ഡിജിറ്റലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായതിന് സമാനമായ കരാറാണ് നൽകിയിരുന്നത്. അന്ന് പക്ഷേ ഈ കമ്പനിയുടെ പേര് അങ്ങനെ ആയിരുന്നില്ല. ഗ്ലോബറേന ടെക്നോളജീസ് എന്ന പേരിലായിരുന്നു മുൻപ് കമ്പനിയുടെ പ്രവർത്തനം. 2019 പരീക്ഷ എഴുതിയ 9 ലക്ഷം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 4 ലക്ഷം പേരും തോറ്റു എന്നത് വലിയ തോതിൽ 2019 തെലങ്കാനയെ ഇളക്കിമറിച്ചൊരു സംഭവമായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അന്വേഷണത്തിൽ ഈ കമ്പനിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു. ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന കണ്ടെത്തലാണ് അവസാനമുണ്ടായത്. പക്ഷേ ഒടുവിൽ കേസിൽ നിന്ന് സുപ്രീം കോടതി ഈ കമ്പനിയെ ഒഴിവാക്കി. പിന്നീടാണ്, അതിനുശേഷമാണ് 6 മാസത്തിനുള്ളിൽ തന്നെ പേര് മാറ്റിക്കൊണ്ട് വീണ്ടും ഈ കമ്പനി സജീവമായത്. കോപ്റ്റ് എഡ്യൂടെക് എന്നാണ് പിന്നീട് പേര് മാറിയത്. അത് ഈ വിവാദ കമ്പനി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുയർത്തുന്നത്. ഇത്തരത്തിലൊരു ഭൂതകാലമുണ്ടായിരുന്ന വലിയ പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ തെലങ്കാനയിൽ സൃഷ്ടിച്ച ഒരു കമ്പനിക്ക് തന്നെ വീണ്ടും എന്തിന് കരാർ നൽകി എന്ന ചോദ്യം പ്രധാനമായും ഉയരുകയാണ്. അരുൺകുമാർ, ഇതുകൂടി വിലയിരുത്തിയാണ്, വലിയ തോതിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാണ് പ്രധാനമന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെടുന്നത്. സെക്രട്ടറിയെയും ചെയർമാനെയും CBSE ബോർഡിൽ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം നൽകുന്നത്. പകരം ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇതിൽ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട്. അരുൺ പറഞ്ഞതുപോലെ ഈ വിഷയം ജനകീയ മധ്യത്തിൽ എത്തിച്ചത് 3 വിദ്യാർത്ഥികളാണ്. 17ഉം 18ഉം വയസ്സുള്ള +2 വിദ്യാർത്ഥികളായ 3 പേരാണ് ഈ വിഷയം സജീവ ചർച്ചയിൽ എത്തിച്ചത്. ഉത്തരക്കടലാസ് മാറി നൽകുകയാണ്, ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷിക്കുമ്പോൾ എന്ന വിഷയം പോസ്റ്റ് ചെയ്തത് +2 വിദ്യാർത്ഥിയായ വേദാന്ത് ശ്രീവാസ്തവയാണ്. ഇതോടെയാണ് വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്. 17കാരനായ സാർത്ഥക് സിദ്ധാന്താണ് കരാറിലെ വീഴ്ചകൾ കണ്ടെത്തുന്നത്. കരാറിൽ എഡ്യൂടെക്കിന് നൽകിയ ഇളവുകളും സാർത്ഥകാണ് പുറത്തെത്തിച്ചത്. ഒരു 17കാരനായ വിദ്യാർത്ഥിയാണ് ഇതിന് പിന്നിൽ പോയത് എന്ന് ഓർക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, പോർട്ടലിൽ സൈബർ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നത് നിസർഗ അധികാരി എന്ന് പറയുന്ന 19കാരനാണ്. അങ്ങനെ 3 വിദ്യാർത്ഥികളാണ് ഈ പ്രശ്നം ദേശീയ തലത്തിലേക്ക് ഇത്രയും ഗൗരവമാണ് എന്ന തലത്തിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും വലിയ വീഴ്ചകൾ സംഭവിച്ചു. കൃത്യമായ ഇടപെടൽ വരുന്നു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കാം, പക്ഷേ പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുക സാധ്യമല്ല കേട്ടോ. ആൽഫ ജെൻസി എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേരെ ഇറങ്ങി തിരിച്ചാൽ എന്തും അവന്മാർ പൊക്കിക്കൊണ്ടുവരും. അതാണ് അവന്മാരുടെ ഒരു മിടുക്ക്. അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും പണിയെടുക്കാനും ഒരു തയ്യാറാണ്. ഈ 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അടിമുടി വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന CBSEയിലെ എല്ലാ വഴിവിട്ട നീക്കങ്ങളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്, വീഴ്ചകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പൊതുസമൂഹത്തിൽ. അത് അങ്ങേയറ്റം മോശമായി പോയിട്ടു. CBSEയെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ കരുതിയിരുന്നത്. കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടി. CBSEയിൽ പ്രധാനമന്ത്രി ഇടപെടുന്നു. കുറ്റവാളികൾക്ക് ചായ കൊടുത്ത് സ്വീകരിക്കുമോ എന്നിരിക്കുന്നു. അതല്ല, നിലവിൽ സെക്രട്ടറിയെയും ചെയർമാനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ നടപടി വരുന്നുവെന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ ഒരേപോലെ കാണണം എന്ന് പറയുന്നുണ്ട്. CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നു. രക്ഷിതാക്കൾക്ക് ആശങ്കകൾ ഏറുകയാണ്.